Hi dears, welcome back. ഇന്നത്തെ വീഡിയോയിൽ 1 kg വെയിറ്റ് വരുന്ന ഒരു ചോക്കോനട്ട് കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് മെയിൻ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ റെസിപ്പി ഒക്കെ കുറേ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് 4 മുട്ട വെച്ചിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 7-inch പാനിലായിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ കുറച്ചൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ചൂട് കംപ്ലീറ്റ് ആയിട്ട് ആറിയ ശേഷം 2 കേക്കും 2 ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ക്രീം ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് മുകളിൽ ചോക്ലേറ്റ് ഗനാഷും പിന്നെ ചോക്കോ ചിപ്സും ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ബദാമും കാഷ്യൂസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ലെയറൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. ഇനി ഫൈനൽ കോട്ട് ക്രീം കൊടുക്കുന്നത് ഷുഗറിൻ്റെ നേവി ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ക്രീമിലേക്ക് സൂപ്പർ റെഡിൻ്റെ കുറച്ച് കളർ മിക്സ് ചെയ്ത ശേഷം ഒരു പീച്ച് കളർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കേക്കിൻ്റെ താഴെ ഇതേപോലെ സിഗ്സാഗ് പോലെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നീറ്റാക്കി എടുക്കാം. അപ്പോൾ മുകളിലുള്ള ആ ഒരു ബ്ലൂ കളർ ടച്ച് ചെയ്യാതെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. കേക്കിൻ്റെ മുകളിലും ചുറ്റിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ശേഷം ചൂടാറിയിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയ ശേഷം കുറച്ചൊന്ന് തിക്കായാൽ വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് ഒലിച്ചിറങ്ങി പോവും. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിക്കോളും. അതിനുശേഷം അതിൽ കോപ്പർ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീഫ് വരച്ച പോലെ തന്നെ 2-3 ഫ്ലവറും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുകളിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഫോൾട്ട് ലൈന് വരുന്ന സ്ഥലത്ത് ഗോൾഡൻ ഡസ്റ്റിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടും കൂടിയുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.